സമാധാനത്തോടെ ഒന്നുറങ്ങാൻ പോലും പ്രയാസപ്പെടുന്നവരാകും ഗസക്കാർ. നെതന്യാഹുവിൻ്റെയും സയനിസ്റ്റ് തീവ്രവാദികളുടെയും അത്യന്തം പൈശാചികമായ വംശഹത്യ വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ നേരിടുന്ന മാനസിക സംഘർഷങ്ങളും ഫലസ്തീനികളുടേതുപോലെ ഭീകരമായിരിക്കും. ജീവൻ പണയം വെച്ചുള്ള സ്തുത്യർഹമായ അവരുടെ സേവനങ്ങൾ നാളേക്കുള്ള ചരിത്ര സൂക്ഷിപ്പുകളാണ്. ഇസ്രായേൽ ഭീകരത എത്ര തീവ്രമാണെന്ന് അടയാളപ്പെടുത്തുന്നതിലും ഭീകരവാദികളെന്ന് മുദ്രകുത്തി ലോകം അവരെ ഒറ്റപ്പെടുത്തുന്നതിലും മാധ്യമപ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വിസ്മരിക്കാനാവാത്തതാണ്. ഇസ്രായേൽ നരവേട്ടയ്ക്കിടെ ജീവനറ്റുകിടക്കുന്ന അനേകായിരം കുഞ്ഞുമക്കളുടെ മുഖങ്ങൾ, ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ഓരോ രാത്രികളിലും അവരെ വേട്ടയാടുന്നുണ്ടാവാം. ബോംബാക്രമണവും ജീവനറ്റുകിടക്കുന്ന മനുഷ്യരെയും കണ്ട് ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിനിടയിൽ വിതുമ്പുന്ന പൊട്ടിക്കരയുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. പരിമിതമായ പത്രസ്വാതന്ത്ര്യമുള്ള സാഹചര്യത്തിലും എത്ര ആത്മാർത്ഥതയോടെ കാര്യക്ഷമതയോടെയാണ് ഗസയിലെ ഓരോ മാധ്യമപ്രവർത്തകരും അവരുടെ ജോലി നിർവഹിക്കുന്നത്. കണ്ണീരൊപ്പാൻ ആരുമില്ലാത്ത പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരോടുള്ള പ്രതിബദ്ധത ഗസയിലെ ഓരോ മാധ്യമപ്രവർത്തകരിലും കാണാം. 100-ലധികം മാധ്യമപ്രവർത്തകർ ഗസയിൽ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും ഫലസ്തീനികളാണെന്നതാണ് യാഥാർത്ഥ്യം. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും മാരകമായ യുദ്ധങ്ങളിലൊന്ന് എന്നു തന്നെ ഗസ യുദ്ധത്തെ വിശേഷിപ്പിക്കാം. ഇസ്രായേലിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ യുദ്ധത്തിൻ്റെ നാശം കണക്കാക്കുന്നതിൽ നിന്ന് വലിയ തോതിൽ വിട്ടുനിൽക്കുന്നു. നിർണായക റിപ്പോർട്ടിംഗ് നിയന്ത്രിക്കാനുള്ള നടപടികളും ഇസ്രായേൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് സമാനമായി ഈജിപ്തും ഗസയിലേക്കുള്ള മാധ്യമപ്രവർത്തകരെ തടയുകയാണ്. നിരവധി അന്താരാഷ്ട്ര റിപ്പോർട്ടർമാരെ അടക്കം ഇത്തരത്തിൽ ഇരു കൂട്ടരും തടഞ്ഞിട്ടുണ്ട്. എന്നാലും സത്യം മറച്ചുപിടിക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമം ഓരോ തവണയും പരാജയപ്പെടുകയാണ്. അക്കാര്യത്തിൽ ധീരമായ നിലപാട് സ്വീകരിച്ച അൽ ജസീറയടക്കമുള്ള മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും പ്രതിബദ്ധതയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. നിസ്വാർത്ഥമായ സേവനത്തിനിടയിൽ ഗസയിലെ ഓരോ മാധ്യമപ്രവർത്തകർക്കും നഷ്ടമായത് അവരുടെ ഉറ്റവരെയും ഉടയവരെയുമാണ്. അക്കൂട്ടത്തിൽ അൽ ജസീറയുടെ വായിൽ അൽ ദഹ്ദൂഹിനെ പ്രത്യേകം പരാമർശിക്കണം. ഗസയിൽ ജീവിച്ചിരിക്കുന്ന അനേകായിരം രക്തസാക്ഷികളിൽ ഇക്കൂട്ടരും ഉൾപ്പെടും. 2005 ബത്ലഹേമിൽ സ്ഥാപിതമായ ഫലസ്തീനിയൻ വാർത്താ ഏജൻസിയുടെ ഗസയിലെ ഓഫീസ് മേധാവി ഇമാദ് ഈദിന് തൻ്റെ സഹോദരിയും മക്കളും ഉൾപ്പെടെ 28 കുടുംബാംഗങ്ങളെ യുദ്ധത്തിനിടെ നഷ്ടപ്പെട്ടു. റഫയിലെ ഒരു ആശുപത്രിക്ക് പുറത്ത് 2 പത്രപ്രവർത്തകർക്കൊപ്പം ഒരു കൂടാരത്തിലാണ് ഇമാദ് ഈദിൻ്റെ ഇപ്പോഴത്തെ താമസം. ദുർബലമായ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സഹായത്തോടെയാണ് അവിടെ നിന്ന് പലപ്പോഴും അദ്ദേഹം ഫോണിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസയിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ പരിസരത്തായി നിരവധി തവണ വെടിവെപ്പുകളുണ്ടായി. ഗസയിലെ ഫലസ്തീൻ ടവറിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക സ്വതന്ത്ര പത്രമായ അൽ അയ്യത്തിൻ്റെ ആസ്ഥാനം ഒക്ടോബർ 7-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. വാദൻ ടവറിൽ സ്ഥിതി ചെയ്യുന്ന മാൻ വാർത്താ ഏജൻസിയുടെ ഗസ ശാഖയും തകർക്കപ്പെട്ടു. മുൻകൂർ മുന്നറിയിപ്പ് നൽകാതെയാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നും ഉപകരണങ്ങളും വസ്തുക്കളും നശിപ്പിച്ചതായും മാൻ ഡയറക്ടർ ഇമാദ് ഈദ് വ്യക്തമാക്കുകയുണ്ടായി. ഇസ്രായേലി മാധ്യമപ്രവർത്തകർ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഭാഗമായതിനാൽ തന്നെ യുദ്ധശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഗസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേലി മാധ്യമപ്രവർത്തകർ വിട്ടുനിന്നു. ഇസ്രായേലി പൗരന്മാർ കാണുന്നത് കൂടുതലും യുദ്ധത്തിൻ്റെ ഇരകളായ ഇസ്രായേലി ജൂതന്മാരെയാണ്. ഇസ്രായേലിലെ മാധ്യമപ്രവർത്തകർ സ്വയം സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന സാഹചര്യവുമുണ്ട്. ഗസയിലെ ഇസ്രായേൽ ഭീകരത ഒഴിച്ചു നിർത്തി തെരഞ്ഞെടുത്ത വാർത്തകൾ മാത്രമാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഏറെക്കുറെയും പുറത്തുവിടുന്നത്. കൂടാതെ ഇസ്രായേൽ ഭരണകൂടവും തങ്ങളുടെ പൗരന്മാരിലേക്ക് എത്തുന്ന വാർത്തകൾ ഫിൽട്ടർ ചെയ്യാൻ ശ്രമിച്ചു. ഇതേ നിയന്ത്രണം രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിദേശ വാർത്താ ഔട്ട്ലെറ്റുകളിലേക്കും വ്യാപിച്ചു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളെ താൽക്കാലികമായി നിരോധിക്കാൻ സർക്കാരിനെ പ്രാപ്തരാക്കുന്ന ബിൽ ഏപ്രിലിൽ ഇസ്രായേൽ പാർലമെന്റ് പാസാക്കി. ഖത്തർ ആസ്ഥാനമായുള്ള പ്രമുഖ വാർത്താ സ്ഥാപനമായ അൽ ജസീറ അടച്ചുപൂട്ടാൻ ഈ നിയമമാണ് ഉപയോഗിച്ചത്. മാരകമായ യുദ്ധ സാഹചര്യങ്ങളുടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള അടിച്ചമർത്തലിൻ്റെയും വെളിച്ചത്തിൽ മാധ്യമപ്രവർത്തകർ ഒരുമിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അത്യന്താപേക്ഷിതമാണ്. നീതി പുലരണമെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തനമുണ്ടാകണം.
രാജ്യ താൽപര്യം നീതിക്കും അവനവന്റെ സാമാന്യ യുക്തിക്കും വിരുദ്ധമാണെങ്കിൽ പോലും അരികുവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട നിരാലംബരുടെ ശബ്ദമാകാനാണ് ഓരോ മാധ്യമവും മാധ്യമപ്രവർത്തകരും ശ്രദ്ധിക്കേണ്ടതെന്ന് ഗസയിലെ സാഹചര്യങ്ങൾ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്.